ഏവർക്കും SB കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ മുന്നിലാണ്. ഇതാണ് മാദ്രെ ദേ ദേവൂസ് ദേവാലയം. ഇന്ന് ഈ ദേവാലയത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പങ്കുവയ്ക്കുന്നത്. 1400 മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ വന്ന വാസ്കോ ഡി ഗാമ എന്ന പോർച്ചുഗീസുകാർ കപ്പിത്താൻ്റെ പിന്നാലെ വന്ന ക്രിസ്ത്യൻ മിഷണറിമാർ 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു മനോഹരമായ ദേവാലയമാണിത്. പോർച്ചുഗീസ് വാസ്തുവിദ്യയും ഇന്ത്യൻ വാസ്തുവിദ്യയും മിക്സ് ചെയ്താണ് ഈ മനോഹരമായ ദേവാലയം പണിതിരിക്കുന്നത്. മാദ്രെ ദേ ദേവൂസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മദർ ഓഫ് ഗോഡ്, മലയാളത്തിൽ വിശുദ്ധ മറിയത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ദേവാലയം എന്നാണ് ഇതിനർത്ഥം. ഈ ദേവാലയം സമുദ്രത്തെ നോക്കിയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ദർശനം സമുദ്രത്തെ നോക്കിയാണ്. ഇതാണ് ദേവാലയത്തിൻ്റെ മുൻവശം. മുൻപിൽ കാണാം മണൽ പ്രദേശം. മനോഹരമായ പോർച്ചുഗീസ് വാസ്തുവിദ്യയും ഇന്ത്യൻ വാസ്തുവിദ്യയും മിക്സ് ചെയ്ത് നിർമ്മിച്ച അതിമനോഹരമായ ഒരു ദേവാലയമാണിത്. എത്ര കണ്ടാലും മതി മറന്നു പോകും, മടുപ്പ് തോന്നത്തില്ല. ഇത് ദേവാലയത്തിൻ്റെ മുൻഭാഗമാണ്. ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ കയ്യിലിരിക്കുന്നത് റിയൽമി C11 എന്ന ആൻഡ്രോയിഡ് ഫോണാണ്. അതിൽ ചില കുറപാടുകളുണ്ട്, അതെല്ലാം നിങ്ങൾ സദയം ക്ഷമിക്കുക. ഈ ദേവാലയം കൊളോണിയൽ കാലത്ത് ആണ് നിർമ്മിക്കപ്പെട്ടത്. അതോ എല്ലാവരും ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അതുകൊണ്ട് ചിത്രത്തിന് എത്ര ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഗ്ലേസിങ് വല്ലാതെ അടിക്കുന്നുണ്ട് എൻ്റെ കണ്ണിൽ. അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഇത് എനിക്ക് മുൻവശം ചിത്രീകരിക്കേണ്ടി വന്നു, വ്യക്തമായ പേര് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, മാദ്രെ ദേ ദേവൂസ് എന്ന് പറഞ്ഞ ആ പേര് വ്യക്തമായി കാണാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം ഞാനിത് ക്യാമറ ചലിപ്പിക്കുകയായിരുന്നു, ആ പേരൊന്ന് കറക്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. വല്ലാത്ത ഗ്ലേസിങ്ങാണ്. അങ്ങനെ ഞാൻ ദേവാലയത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. മുന്നിലെ കാഴ്ചകൾ ഇതാണ്. കണ്ടോ, ഇത്ര മനോഹരമായി. ഇത് പിത്തളയിലാണോ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ദേവാലയത്തിനകത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഈ ദേവാലയത്തിനെക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് കഴിയില്ല, കാരണം അതിൻ്റെ അകവശം അത്രയും മനോഹരമാണ്. നമുക്ക് അകത്തേക്ക് പോകാം. അൾത്താര കണ്ടോ, ഇടതുവശത്ത് വിശുദ്ധ മറിയത്തിൻ്റെ കയ്യിൽ ഉണ്ണി യേശുവുണ്ട്. മുകളിലെ ചിത്രങ്ങൾ കണ്ടോ, മനോഹരമായ ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. എൻ്റെ റിയൽമി C11 എന്ന ഈ ഫോൺ കൊണ്ട് ഞാൻ അത് പരമാവധി എടുക്കാൻ പറ്റുന്നത് എടുത്തിട്ടുണ്ട്. ചിത്രങ്ങൾക്ക് വ്യക്തതയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു നല്ല ക്യാമറ വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ചിത്രങ്ങളൊക്കെ വ്യക്തമായി കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അൾത്താരയിലേക്ക് നോക്കൂ. ഒരു വശത്ത് വിശുദ്ധ മറിയത്തിൻ്റെ കയ്യിൽ ഉണ്ണിയേശുവും, മറുവശത്ത് ജോസഫും, മധ്യത്ത് യേശു ക്രിസ്തുവും. കൊടും ചൂടത്ത് നിന്ന് ഞാൻ രക്ഷപ്പെട്ട് അകത്തേക്ക് വന്നതാണ്, പള്ളിയുടെ അകത്തേക്ക്. ഇവിടെ വന്നപ്പോൾ നല്ല സുഖമുണ്ട്, നല്ല തണുപ്പായി കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങനെ നിന്ന് എന്നെക്കൊണ്ട് പരമാവധി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാക്കുകളൊന്നുമില്ല ഇതിനെക്കുറിച്ച്, ഈ ദേവാലയത്തെക്കുറിച്ച് വർണ്ണിക്കാൻ. നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കൂ. ഞാനൊരു സഞ്ചാരിയാണ്. എനിക്ക് ജാതി, മതം, കുലം, ഗോത്രം, വർഗം, വർണ്ണ, ഭാഷ എന്നൊന്നുമില്ല. എല്ലായിടത്തും ഞാൻ കയറി ചെല്ലാറുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാ ദേവാലയങ്ങളിലും ഞാൻ പോകാറുണ്ട്. എല്ലാ ഖബർസ്ഥാനങ്ങളും ഞാൻ സന്ദർശിക്കാറുണ്ട്. ഒന്ന് കണ്ടു നോക്ക്. ഈ ദേവാലയത്തിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വരണം. ഇപ്പോൾ ഈ ദേവാലയത്തിൽ നാനാജാതി മതസ്ഥർ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഹിന്ദുക്കളാണ് ഈ ദേവാലയത്തിൽ. അത് പുറലോകമറിയാത്ത മറ്റൊരു സത്യം. ഐഡിയോളജിയും സുവോളജിയും ബോട്ടണിയും അനോട്ടമിയും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്ന, കൈയിൽ രാഖി കെട്ടി നടക്കുന്നവരെയൊന്നും ഞാൻ വകവയ്ക്കാറില്ല. ഞാൻ BJP പാർട്ടി പ്രവർത്തകനാണെങ്കിൽ പോലും ഞാൻ ഇതൊന്നും, ഈ പ്രത്യയശാസ്ത്രങ്ങളെയൊന്നും ഞാൻ വകവയ്ക്കുന്നവനല്ല, കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നവനാണ്.
എല്ലായിടത്തും ഞാൻ കയറി ചെല്ലാറുണ്ട്, എല്ലാവരെയും ചിത്രീകരിക്കാറുമുണ്ട്. കണ്ടോ എത്ര മനോഹരമായി പോർച്ചുഗീസ് വാസ്തുവിദ്യയും ഇന്ത്യൻ വാസ്തുവിദ്യയും മിക്സ് ചെയ്ത് പണിതിരിക്കുന്നത് ഈ ദേവാലയം. സന്തോഷ് ജോർജ് കുളങ്ങര സാറിനെ പോലെ വർണ്ണിക്കാനൊന്നും ഞാൻ മെനക്കെടുന്നില്ല, വർണ്ണിച്ച് ബോറാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ ഈ ദേവാലയത്തിൽ വരണം. ഈ അൾത്താരയുടെ മുന്നിൽ സമുദ്രത്തെ നോക്കിയാണ് ഈ ദേവാലയം ഇരിക്കുന്നത്. പോർച്ചുഗീസുകാർ വാണിജ്യാവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ വന്നവരാണ്. അവരുടെ വിശുദ്ധ ദൈവമാണ് കന്യകാമറിയം. അവർ എന്ത് ചെയ്താലും മറിയത്തെ ധ്യാനിച്ചുകൊണ്ടാണ് സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ ദേവാലയം സമുദ്രത്തെ നോക്കിയിരിക്കുന്നതായിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടോ, ആ വാസ്തുവിദ്യ തന്നെ എത്ര മനോഹരമായ വാസ്തുവിദ്യ. ഒരു ഗോപ്രോ ക്യാമറ എനിക്കുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇത്രയും ചാഞ്ചാട്ടം ഉണ്ടാവില്ല. ഇന്ന് കാലാവസ്ഥ അല്പം തെളിഞ്ഞതാണെങ്കിലും നല്ല ചൂടാണ്. മധ്യാഹ്നത്താണ് ഞാൻ ഈ ചിത്രം ഷൂട്ട് ചെയ്തത്, കറക്റ്റ് 12 മണിക്ക്. എൻ്റെ വീട്ടിൽ നിന്നും 80 രൂപ ടിക്കറ്റ് എടുത്താണ് ഞാൻ ഈ സ്ഥലത്ത് എത്തിയത്. അപ്പോൾ ദൂരം എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് സമുദ്രം അല്പം പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. സമുദ്രത്തിലേക്ക് ആരും ഇറങ്ങരുതെന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങുന്നില്ല. ഇത് ദേവാലയത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഈ കടൽ. ഇന്ന് തിരമാലകൾ അതിശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കണുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ദേവാലയത്തിന് മുന്നിലെത്തുന്നത്. മാദ്രെ ദേ ദേവൂസ് എന്ന ദേവാലയത്തിന് മുമ്പിൽ വിശുദ്ധ മറിയത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദേവാലയം. ഞാൻ തിരിച്ച് വീണ്ടും ദേവാലയത്തിലേക്ക് വരികയാണ്. നോക്കൂ, എത്ര കണ്ടാലും മതിവറാത്ത ഭംഗിയോടെ നിൽക്കുന്ന ഒരു ദേവാലയമാണിത്. എത്ര പകർത്തിയിട്ടും എനിക്ക് മതി വരാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഞാൻ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ക്ലാരിറ്റി കിട്ടുന്നത് വരേക്കും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ റിയൽമി C11 ഈ വിഷ്വലുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കമൻറ്റുകളായിട്ട്. കണ്ടോ, പല ആംഗിളിൽ ഞാനത് പിടിച്ചു നോക്കുകയാണ്, കിട്ടുമോ എന്നറിയാം. അങ്ങനെ അവസാനം ഞാൻ ഒരു പാക്കറ്റ് മെഴുകുതിരി വാങ്ങിക്കൊണ്ട് ഞാൻ കത്തിച്ചു വെച്ചു അവിടെ ആ കുരിശടിയുടെ മുമ്പിൽ. ഇതായിരിക്കുന്നു കുരിശടി. നമ്മൾ ആദ്യമായി കാണുന്നത് ഈ കുരിശടിയാണ്. ബസ്സിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പോകുന്നതും ഈ കുരിശടിയിലേക്കാണ്. ഇതാണ് റോഡ്. ബസ് കറക്റ്റായി ഇവിടെ നിർത്തും, ഈ പോസ്റ്റിൻ്റെ അവിടെ. നേരെ പോകുന്നത് ഈ കുരിശടിയിലേക്കാണ്. കുരിശടിയിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ ദേവാലയത്തിനുള്ളിലേക്ക് നമുക്ക് കടക്കാൻ. ഇതാണ് റോഡ്. നേരെ വരുന്നത് ഈ കുരിശടിയിലേക്കാണ്. അവിടെ ആൾക്കാർ നിന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു കുരിശുമേൽ നിൽക്കുന്ന മനോഹരമായ ചിത്രം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.